നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ചരിത്രത്തില് ദൈവത്തിന്റെ മനസ്സിൽ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായ ഒരിടമാണ്. അനേകം അഗതികളായിട്ടുള്ളവർക്ക് അഭയമാകാൻ വേണ്ടിയിട്ട് ഒരു സന്യാസി സമൂഹത്തിന് രൂപം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം. നൂറു വർഷങ്ങൾക്ക് മുന്നേ ഇതൊരു കാടായിരുന്നു. കുറുക്കനും മൃഗങ്ങളും ഒക്കെയുള്ള ഒരു കാട്. കുറുക്കൻ കുന്ന് എന്നറിയപ്പെട്ടിരുന്ന ഇവിടം ഇന്നറിയപ്പെടുന്നത് സെയിന്റ് ജോസഫ് മൗണ്ട് എന്നാണ്. അതിനു പിന്നിൽ ദൈവത്തിന്റെ കരുണയല്ലാതെ മറ്റെന്താ ഉള്ളത്? കേരളത്തിലെ അനാഥരും പാവപ്പെട്ടവരും ആയിട്ടുള്ളവരുടെ സംരക്ഷണത്തിനായി ഒരു സന്യാസ സമൂഹം ഉണ്ടാകണം എന്ന പ്രചോദനം ലഭിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോന്തുരുത്തിയിൽ ധന്യൻ വർഗീസ് പയ്യപ്പിള്ളി അച്ഛനാണ്. അന്ന് പണിയായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഈ കാവൽപുരയിലാണ് അഗതികളുടെ സഹോദരിമാരായ സന്യാസ സമൂഹത്തിന്റെ തുടക്കം. 1927 മാർച്ച് 19 യൗസേപിതാവിന്റെ തിരുനാളിനാണ് ഔദ്യോഗികമായി സഭ ആരംഭിച്ചത്. പാവങ്ങളെ ശുശ്രൂഷിക്കണമെന്നുള്ള ദൈവവിളി ഉള്ളിൽ സ്വീകരിച്ച സിസ്റ്റർ ജോസഫീന, സിസ്റ്റർ സിസിലി, സിസ്റ്റർ ജൽത്രൂഡ്, സിസ്റ്റർ കൊച്ചു ത്രേസ്യ എന്നിവരാണ് ആദ്യ അംഗങ്ങൾ. ഈ കാണുന്നതാണ് ആദ്യത്തെ വൃദ്ധമന്ദിരം. സന്യാസ സമൂഹം ഔദ്യോഗികമായി ആരംഭിച്ച അന്ന് തന്നെ പാവപ്പെട്ട ഒരു അപ്പച്ചനെ തങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് SD വൃദ്ധജന ശുശ്രൂഷ ആരംഭിച്ചു. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, ദൈവമാണ് വളർത്തിയത് എന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ SD-യെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനർത്ഥമാണ്. ഒക്ടോബർ 5 സ്ഥാപകന്റെ വേർപാടിനു ശേഷം മോൺസിനോർ ജോർജ് വെല്ലിയർമ്പത്തച്ഛന്റെ കീഴിൽ SD വളർന്നു. തുടർന്ന് 1979 3 റീജിയനുകളും 1985 സെയിന്റ് മേരീസ്, സെയിന്റ് വിൻസെന്റ്, സെയിന്റ് ജോസഫ് എന്നീ 3 പ്രൊവിൻസുകളായും SD അവളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല SD-യുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ യാത്ര. 1950 തന്നെ ഡൽഹി മിഷൻ മേഖലയിലേക്ക് യാത്രയായ SD 2000 3 മിഷൻ പ്രൊവിൻസുകളായി വളർന്നു. ശാന്തിധാം, പുഷ്പധാം, കൃപാധാം പ്രൊവിൻസുകൾ തമിഴ്നാട് റീജിയൻ. ഇന്ന് 13 രാജ്യങ്ങളിൽ 1866 അംഗങ്ങളിലൂടെ കരുണാർദ്ര സ്നേഹത്തിന്റെ സുവിശേഷവുമായി SD സേവനം ചെയ്യുന്നു. ഇന്ത്യ, അമേരിക്ക, ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി, കെന്യ, മഡഗാസ്കർ, ഉഗാണ്ട, നേപ്പാൾ, പെറു, റുവാണ്ട, സ്വിറ്റ്സർലൻഡ്, ടാൻസാനിയ ഇവിടെ എല്ലാം അഗതികൾക്ക് അമ്മയും സഹോദരിയും സ്നേഹിതയുമായി SD ഉണ്ട്. അന്ന് 1927 അഗതിത്വത്തിന്റെ നൊമ്പരങ്ങൾ, അനാഥരാക്കപ്പെട്ട വൃദ്ധരുടെ നിലവിളികൾ കേട്ട SD ഓരോ കാലഘട്ടത്തിലും ഉയരുന്ന അഗതിത്വത്തിന്റെ നിലവിളികൾ കേൾക്കാൻ എപ്പോഴും ഹൃദയം തുറന്നു വെച്ചിരുന്നു. വിദ്യാധന ശുശ്രൂഷ, ആതുര ശുശ്രൂഷ, സാമൂഹിക സേവന രംഗങ്ങൾ, ജയിലറ പ്രേക്ഷിതത്വം, ഭിന്നശേഷിക്കാർക്കായുള്ള സേവനങ്ങൾ, ടെർമിനൽ, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, യുവജന ശുശ്രൂഷകൾ, കൗൺസിലിംഗ്, മാനസിക രോഗികൾക്കായുള്ള ശുശ്രൂഷ രംഗങ്ങൾ, ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, ചേരി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, സ്ത്രീ ശാക്തീകരണം, നിയമസഹായം തുടങ്ങിയവ. എവിടെയൊക്കെ അഗതിത്വമുണ്ടോ അവിടെ ക്രിസ്തുവിന്റെ കരുണയുടെ ഹൃദയവുമായി SD ഉണ്ട്. എന്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ
എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന വചനത്തിൽ വേരുപാകിയ SD-ക്ക് ഇന്ന് 100ാം പിറന്നാളിലേക്കുള്ള കാൽവയ്പ്. അഗതി സേവനം നിരന്തര ദൈവാനുഭവമാക്കി ഓരോ അഗതിയിലും ക്രിസ്തുവിന്റെ മുഖം കണ്ട് ലോകാതിർത്തിയോളം ശാഖകൾ വിരിച്ചു വളരാൻ SD-യെ കരുതുന്ന ദൈവകരുണയ്ക്ക് പ്രണാമം. ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം നടക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. ദൈവത്തിന്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. നൂറാം വർഷത്തിലേക്ക് SD എത്തി നിൽക്കുമ്പോൾ ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. ദൈവകാരുണ്യത്തിന്റെ വലിയൊരു അനുഭവമുണ്ട്. കാരണം വിശ്വാസത്തിന്റെ ഒരു വലിയ ജീവിതം നയിക്കാനായിട്ട് സ്ഥാപക പിതാവിലൂടെ കൈമാറി കിട്ടിയ സിദ്ധി ചൈതന്യം ജീവിക്കാൻ SD-ക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ മക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കാനായിട്ട് SD-യിലൂടെ ഈ നാളുകൾക്ക് നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ 100ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ സഭയിലെ ഇന്ന് എല്ലാ അംഗങ്ങളെയും ഏറെ നന്ദിയോടുകൂടി ഓർക്കുകയും അതോടൊപ്പം എല്ലാവർക്കും ജൂബിലിയുടെ 100 മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ അടിയറ വയ്ക്കുന്നു. താങ്ക് യു.